സ്വന്തം പരിശ്രമത്താൽ ഉയർന്നു വരുന്നവരാണ് ഇവരിൽ അധികം പേരും. സ്വന്തമായി ധനം ഉണ്ടാക്കി അതുകൊണ്ട് സുഖജീവിതം നയിക്കുന്ന ഇവർ സഞ്ചാരപ്രിയന്മാരായിരിക്കും. മിക്കവാറും ജനിച്ച വീടോ ദേശമോ തന്നെയോ വിട്ട് താമസിക്കുന്ന ഇവർ വിദേശവാസത്താൽ ഭാഗ്യം ആർജിക്കുന്ന വ്യക്തികളാണ്. ലക്ഷ്യബോധത്തോടുകൂടി കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാര് പുതിയ പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും തുടങ്ങുവാൻ സമർത്ഥരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവര് ആരംഭിച്ച സംഗതികൾ സ്ഥിരമായി നിലനിൽക്കുന്നതും കാണുവാൻ കഴിയും. അതിന് കാരണം ഇവരുടെ ആത്മാർത്ഥത തന്നെയായിരിക്കും. സ്വന്തം രക്ഷയെ പോലും വകവയ്ക്കാതെ ധീരമായി പ്രവർത്തിക്കും എന്നതാണ് ഇവരുടെ വിജയത്തിന് ആധാരം. കലാവാസനയുള്ള മൂലം നക്ഷത്രക്കാരെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അംഗീകാരങ്ങൾ നേടിയെടുക്കും. രാഷ്ട്രീയ പ്രവർത്തനം, അധ്യാപനം, വൈദ്യം, പൗരോഹിത്യം, കലാ, സാംസ്കാരികം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വിജയമുണ്ടാകും. ആരോഗ്യത്തെ പറ്റിയുള്ളതായിരിക്കുന്ന ശ്രദ്ധയോ ഭക്ഷണം, ദിനചര്യം മുതലായവയിൽ നിഷ്കർഷയോ പാലിക്കാത്ത മൂലം നക്ഷത്രക്കാര് 27, 31, 44, 48, 56, 60 എന്നീ വയസ്സുകളിലെല്ലാം തന്നെ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഞരമ്പ് സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഇടുപ്പ് വേദന തുടങ്ങിയവ ഇവരെ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കും. ഗൃഹഭരണത്തിൽ സമർത്ഥകളും ഭർതൃസ്നേഹമതികളുമായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വരുന്നത്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം പൊതുവെ സംതൃപ്തവും സൗഭാഗ്യകരവും ആയിരിക്കും. ഔചിത്യം, വാക്സാമർത്ഥ്യം, അധ്വാനശീലം എന്നിവ മൂലം നക്ഷത്രക്കാരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നയിക്കുന്നു. ഏത് കാര്യത്തിൻ്റെയും താത്വിക വശങ്ങളെക്കുറിച്ച് ഗാഢമായ അറിവുള്ള മൂലം നക്ഷത്രക്കാർ കാര്യങ്ങളുടെ അടിവേരുകൾ ചികഞ്ഞ് കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന പ്രതിഭാശാലികളാണ്.